ഇടവേളയ്ക്ക് ശേഷം എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് നടൻ ജയറാം. തുടരെ വന്ന പരാജയ സിനിമകൾക്ക് ശേഷമാണ് കുറച്ചു കാലത്ത് മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ ജയറാം തീരുമാനിച്ചത്. അതേസമയം മറ്റു ഭാഷകളിൽ, അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലൊക്കെ ജയറാം സജീവമായിരുന്നു. കരിയറിനപ്പുറം ജയറാമിന്റെ കുടുംബത്തിലും ഇപ്പോൾ വിശേഷങ്ങളേറെയാണ്. അടുത്തിടെയാണ് ജയറാമിന്റെയും പാർവതിയുടെയും 2 മക്കളുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. നടനായ മകൻ കാളിദാസ് വിവാഹം ചെയ്യുന്നത് മോഡലായ തരുണിയെയാണ്. ചക്കി എന്ന് വിളിക്കുന്ന മകൾ മാളവിക UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ നവനീത് ഗിരീഷിനെയാണ് വിവാഹം ചെയ്യുന്നത്. വിവാഹ നിശ്ചയ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ ആരാധകരും ഏറ്റെടുത്തിരുന്നു. കാളിദാസ് ബാലതാരമായി മലയാളത്തിൽ ജനപ്രീതി നേടിയെങ്കിലും നായകനായപ്പോൾ തമിഴ് സിനിമാ ലോകത്തായിരുന്നു സജീവമായത്. ഇപ്പോഴിതാ തന്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണ് ജയറാം. എബ്രഹാം ഓസ്ലറിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയറാം തന്റെ മനസ്സ് തുറന്നത്. മക്കൾക്ക് എന്തും തുറന്ന് സംസാരിക്കാനുള്ള അന്തരീക്ഷം കുടുംബത്തിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നുവെന്ന് ജയറാം പറയുന്നു. കുട്ടിക്കാലം തൊട്ട് തന്നെ മക്കൾക്ക് വീട്ടിൽ എന്തും അമ്മയോടും അച്ഛനോടും വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മാതാപിതാക്കളിൽ നിന്നും ഒന്നും ഒളിച്ചു വെച്ചിട്ട് സുഹൃത്തുക്കളോട് പറയേണ്ട കാര്യമുണ്ടായിട്ടില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും ഓടി വന്ന് മക്കൾ അമ്മ പാർവതിയോട് പറയും. അത് കഴിഞ്ഞ് തന്നോടും പറയുമെന്ന് ജയറാം ചൂണ്ടിക്കാട്ടുന്നു. മുൻപൊരിക്കൽ മകളെ വിവാഹം കഴിക്കാൻ ഒരാൾ ആഗ്രഹം പ്രകടിപ്പിച്ച രസകരമായ സംഭവവും ജയറാം പങ്കുവെക്കുന്നുണ്ട്. കെനിയയിൽ വിസിറ്റിന് പോയപ്പോഴാണ് അത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. കെനിയയിൽ ഒരു ടെന്റിൽ ജയറാമും കുടുംബവും ഒക്കെ താമസിച്ചിരുന്നു. അന്ന് ഗൈഡായി കൂടെ കൂടിയ ആളാണ് കഥയിലെ നായകൻ. ജയറാമിനെയും കുടുംബത്തെയും സ്ഥലങ്ങൾ കാണിക്കുന്നത് ഇയാളാണ്. ഇയാളുടെ മുഖത്ത് ചില പാടുകളുണ്ട്. ഇതെന്താണെന്ന് ജയറാം ഇയാളോട് ചോദിച്ചപ്പോൾ പശുക്കളുമായി പോകുന്ന വഴി സിംഹം തന്നെ അറ്റാക്ക് ചെയ്തതാണെന്നാണ് ഇയാൾ പറഞ്ഞത്. സിംഹത്തെ തന്റെ കയ്യിലുള്ള കോല് വെച്ച് കുത്തി പശുക്കളെയൊക്കെ രക്ഷപ്പെടുത്തിയ ധീരമായ കഥയൊക്കെ ഇയാൾ ജയറാമിനോട് വിശദീകരിച്ചു. അതുകൊണ്ട് ആ ധീരനെ സിംഹം എന്ന പേര് വെച്ചുവെന്നും ജയറാം തമാശയായി പറയുന്നുണ്ട്. അയാളുടെ ഗ്രാമത്തിലേക്ക് ജയറാമിനെയും കുടുംബത്തെയും അയാൾ കൊണ്ടുപോയി. 15 പശുക്കൾ സ്വന്തമായുണ്ടെങ്കിൽ കല്യാണം കഴിക്കാമെന്നതാണ് അയാളുടെ ഗ്രാമത്തിലെ രീതി എന്നും ജയറാം പറയുന്നു. 2 പേരെ അയാൾ അപ്പോൾ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. പോകാൻ നേരത്ത് അയാൾ മാറി നിന്ന് തന്നെ വിളിച്ച് 15 പശുക്കളെ കൂടി താൻ മേടിക്കാം, നന്നായി നോക്കിക്കോളാം, മകളെ കെട്ടിച്ചു തരാമോ എന്ന് ചോദിച്ചുവെന്നും ജയറാം പറയുന്നു. ചക്കി എന്ന് 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണെന്നും പറ്റില്ല എന്ന് താൻ തിരിച്ചു പറഞ്ഞുവെന്നും തിരിച്ചു വരുമ്പോൾ അയാൾ സെന്റിമെന്റലായി പാതി കരഞ്ഞു നിൽക്കുകയാണെന്നും ജയറാം പറയുന്നു. കരഞ്ഞു കാണിച്ചാലെങ്കിലും മനസ്സ് മാറിയാലോ എന്നയാൾ കരുതിയെന്നും ജയറാം ചിരിച്ചുകൊണ്ട് ഓർക്കുന്നു. കുട്ടിക്കാലം മുതലുള്ള ആനക്കമ്പത്തെക്കുറിച്ചും ജയറാം ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. 11 അടിയുള്ള ആനയെ കാണാൻ പോയ കാര്യമാണ് ജയറാം പറയുന്നത്. സാംഗ്ലി എന്ന സ്ഥലത്തേക്കാണ് പോയത്. ബോംബെയിൽ നിന്നും പൂനെയിലേക്ക് പോയി അവിടെ നിന്നും ഈ സ്ഥലത്തേക്ക് പോകണം. അവിടെയാണ് 11 അടിയുള്ള ആനയുള്ളത്. അതിനെ കാണാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് മുടക്കി അവിടെ പോയി. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇനി മേലാൽ ആനയെ കാണാനെന്നും പറഞ്ഞ് പൈസയും മുടക്കി വീട്ടിൽ നിന്ന് പോകരുതെന്ന് ഭാര്യ പറഞ്ഞെന്നും ജയറാം വ്യക്തമാക്കുന്നു. ആനപ്രേമത്തെ പോലെ തന്നെ തന്റെ ചെണ്ടമേളത്തോടും പശു വളർത്തലിനോടും ഒക്കെയുള്ള താല്പര്യത്തെക്കുറിച്ചും ജയറാം സംസാരിക്കുന്നുണ്ട്. തന്റെ കുട്ടിക്കാലം മുതലേയുള്ള ആഗ്രഹങ്ങളാണ് ഇതെല്ലാമെന്നും അതിപ്പോഴും താൻ കൊണ്ടു നടക്കുകയാണെന്നും ജയറാം പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.